ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, നമ്മളിപ്പോൾ വെയിറ്റ് ലോസ് ചലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം വെയിറ്റ് ലോസ് ചലഞ്ചൊക്കെ നന്നായിട്ട് പോകുന്നു. ഷോർട്സ് കാണുന്നവർക്കറിയാം നല്ല രീതിയിൽ തന്നെയാണ് വെയിറ്റ് ലോസ് ചലഞ്ച് മുമ്പോട്ട് പോകുന്നതെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും വെയിറ്റ് ലോസ് ചലഞ്ച് നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷേ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒത്തിരി ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ ആൾക്കാർ ഒരുമിച്ച് ഡയറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ. ഒത്തിരി എല്ലാ ദിവസവും വെയിറ്റും ഫോട്ടോസും ഒക്കെ ഇടുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാലാണ് ഇപ്പം ആരെയും ആഡ് ചെയ്യാത്തത്. പക്ഷേ എനിക്ക് മനസ്സിലായി ആ വാട്സപ്പ് ഗ്രൂപ്പ് അത്രയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കൊണ്ടാവാം വീണ്ടും വീണ്ടും ആൾക്കാർ വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത മാസങ്ങളിലുള്ള ചലഞ്ചിൽ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇനി ആൾക്കാരെ ആഡ് ചെയ്യുന്നതായിരിക്കും. തൽക്കാലത്തേക്ക് നമ്മൾ ഇത്രയും പേര് ഒന്ന് ചെയ്തു നോക്കാം. ശരിക്കും പറഞ്ഞാൽ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ സപ്പോർട്ട് കൂടിയിട്ടാട്ടോ എനിക്ക് ഡയറ്റ് ചെയ്യാൻ ഇത്രയൊരു മോട്ടിവേഷനൊക്കെ കിട്ടുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ആദ്യം കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് പോകണം കേട്ടോ. എന്നാലല്ലേ വീണ്ടും വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഒത്തിരി ആൾക്കാർ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്, പക്ഷെ ആരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അത് നിങ്ങൾ മറന്നു പോകുന്നതാണെങ്കിൽ ഇനി എന്താണെങ്കിലും സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് പോകണം കേട്ടോ. എന്നാലേ നമ്മൾ തുടർന്നിരുന്ന വീഡിയോസും കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇട്ടിരുന്ന വീഡിയോസിൽ ഒരു വീഡിയോയിൽ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് സത്യം പറഞ്ഞാൽ പള്ളിയിൽ പോകാൻ പോലും മടിയാണ്. എവിടെയെങ്കിലും പോയാൽ എനിക്ക് നാണക്കേടാണെന്നാണ് പലരും വിചാരിച്ചേക്കുന്നത്. പക്ഷെ പള്ളിയിൽ പോകാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത് ഒരിക്കലും എനിക്ക് ഓവർ വെയ്റ്റ് ഉള്ളത് കൊണ്ട് അതിൻ്റെ ഒരു നാണക്കേട് കൊണ്ടോ മറ്റു കാര്യങ്ങൾ കൊണ്ടോ ഒന്നുമല്ല ഞാൻ പള്ളിയിൽ പോകാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞത്. കാരണം നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ പള്ളികളൊക്കെ ഡെസ്ക് ബെഞ്ചൊക്കെ വന്നു തുടങ്ങി. പക്ഷേ ചില പള്ളികളിൽ ഇപ്പോഴും നിലത്തിരിക്കണം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കസാരയൊക്കെ ആയിരിക്കും. അപ്പോൾ എനിക്ക് ഓവർ വെയ്റ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് ആ പ്ലാസ്റ്റിക് കസാരയിൽ ഇരിക്കാൻ പേടിയായതുകൊണ്ടാണ് എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഞാൻ വെയിറ്റ് കൂടിയത് കൊണ്ട് വളരെ വിഷമത്തിലോ അല്ലെങ്കിൽ അത്ര ചടഞ്ഞുകൂടി വീട്ടിൽ തന്നെ കൂടിയിരിക്കുന്ന ഒരാളാണെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. ഞാൻ അതിന് നേരെ ഓപ്പോസിറ്റാണ് ഇപ്പം. പക്ഷെ പണ്ട് അങ്ങനെയല്ലായിരുന്നു. ഞാൻ വെയിറ്റ് കൂടിയതിൻ്റെ പേരിൽ ഒത്തിരി വിഷമിച്ചിരുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. എനിക്ക് അതിൻ്റെ പേരിൽ ഹെൽത്തി അല്ല എന്നുള്ളതിൻ്റെ ഒരു വിഷമം അല്ലാതെ എനിക്ക് വേറെ ഒരു മാനസികമായിട്ട് ഒരു നാണക്കേടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ ഒന്നും എനിക്ക് വെയിറ്റ് കൂടിയതിൻ്റെ പേരിൽ ഇല്ല എന്ന് തന്നെ എനിക്കിപ്പം ഉറച്ച് വിശ്വസിക്കാനും നിങ്ങളോട് പറയാനും പറ്റും. അതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. ഈ 150 kg ആയിട്ടും ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നതിന്, അല്ലെങ്കിൽ 150 ഹെൽത്തി അല്ല എന്ത് പറയുമ്പോഴും ഞാൻ എടുത്തു പറയുകയാണ്, ഓവർ വെയ്റ്റ് എന്ന് പറയുന്നത്, ഒബിസിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും നല്ലൊരു കാര്യമല്ല. പക്ഷേ വന്നു പോയാൽ പിന്നെ അത് നമ്മൾ എന്തെങ്കിലും ചെയ്യുക, കുറയ്ക്കണം എന്നുള്ളതൊരു വലിയ കാര്യം. പക്ഷേ കുറയ്ക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ഭയങ്കര വിഷമത്തിലായി പോകുന്നത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ എന്ത് പറയുമ്പോഴും ഈ ഒരു കാര്യം മുൻനിർത്തി തന്നെയാണ് പറയുന്നത്. ഒബിസിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല. ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന പോലെ പറയല്ല. പക്ഷെ വന്നു പോയതിൽ ഞാൻ ഒരിക്കലും ചടഞ്ഞുകൂടി ഇതോർത്ത് വിഷമിച്ചിരിക്കുന്ന ഒരാളല്ല എന്ന് മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് ഞാൻ പറയാൻ എന്നാ കാരണമെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ എൻ്റെ വാട്സപ്പ് നമ്പറും മറ്റും ഒക്കെ തന്നെ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം അതിലേക്ക് ഒത്തിരി മെസ്സേജുകൾ വരുന്നുണ്ടായിരുന്നു. ആ വരുന്ന മെസ്സേജുകളിലെല്ലാം തന്നെ ഭയങ്കര വിഷമത്തിലുള്ള, വണ്ണം കൂടിയതിൻ്റെ പേരിൽ ഒത്തിരി മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്നവരുടെ മെസ്സേജുകളായിരുന്നു. അപ്പം 110 kg അല്ലെങ്കിൽ 100 kg 90 kg ഒക്കെ ഉള്ളവർ അത്രമാത്രം മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അതൊരിക്കലും ശാരീരികമായിട്ട് അവർക്ക് വണ്ണം ഉള്ളതിൻ്റെ പേരിൽ ശാരീരിക ബുദ്ധിമുട്ടുകളല്ല, അവർക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നതും. അതുപോലെ അവർ സ്വയം ചിന്തിച്ച് ഇനി അങ്ങനെയാണെങ്കിലോ അല്ലെ അങ്ങനെയാണെന്ന് അവർ സ്വയം ചിന്തിച്ച് അവർ തന്നെ വിഷമിക്കുന്ന ഒത്തിരി കാര്യങ്ങളായിരുന്നു ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിനെക്കുറിച്ച് നിങ്ങളുമായിട്ടും ഒന്ന് ഷെയർ ചെയ്യാം എന്ന് കരുതിയാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ തന്നെ പ്ലാൻ ചെയ്തത്. എനിക്ക് എന്നെക്കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. ഞാൻ വീഡിയോയിൽ ആദ്യം തന്നെ എടുത്തു പറഞ്ഞല്ലോ, ഞാൻ ഇപ്പം അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരാളല്ല. പക്ഷെ പണ്ട് നല്ല രീതിയിൽ അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് അതിൻ്റേതായ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. അത്ര വെയിറ്റ് ഇല്ലാത്ത സമയത്താണ് ഞാൻ വെയിറ്റ് കൂടുതലുള്ളതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ ഒരു 90 kg 85 kg ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് പോലും ഞാൻ ഒത്തിരി അധികം വെയിറ്റ് കൂടിയതിൻ്റെ പേരിൽ ദുഃഖിച്ച് അല്ലെങ്കിൽ ചടഞ്ഞുകൂടി എല്ലാത്തിൽ നിന്നും മാറി നിന്നിരുന്ന ഒരാൾ തന്നെയായിരുന്നു. അങ്ങനെയുള്ള ഞാൻ ഇപ്പം ഇവിടെ ഇങ്ങനെ യൂട്യൂബിൽ
ഗ്രൂപ്പിലൊക്കെ വന്ന് സംസാരിക്കുന്നു, അല്ലെങ്കിൽ എന്നെ മറ്റുള്ളവർ കാണുന്നതിൽ എനിക്കൊരു മടിയുമില്ല, എനിക്ക് ഇത്രയും വണ്ണം ഉണ്ടെന്നുള്ളത് മറ്റുള്ളവർ അറിയുന്നതിൽ ഒരു നാണക്കേടും ഇല്ലാതെ ഇപ്പം ഞാൻ ഇരിക്കുന്നതിൽ എനിക്ക് പോലും ഒരു അത്ഭുതമുണ്ട്. കാരണം ഒരു കുറച്ച് വർഷങ്ങൾ 3-4 വർഷം പുറകോട്ട് ചിന്തിച്ചാൽ ഞാൻ വളരെ വിഷമത്തിൽ കഴിഞ്ഞു പോയ ഒരു കാലം എനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. അതിൽ നിന്ന് ഞാൻ എങ്ങനെ പുറത്തേക്ക് വന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറുപ്പം മുതലേ എനിക്ക് വണ്ണം ഉണ്ടായിരുന്നു, ഉള്ള പ്രകൃതമായിരുന്നു. എന്ന് വെച്ചാൽ അതൊരു ഓവർ വെയ്റ്റ് ഒന്നും അല്ല, ചെറുപ്പത്തിലെ കുറച്ച് ഒരു ഗുണ്ടുമണി ടൈപ്പായിരുന്നു ഞാൻ. നമ്മൾ ചില പിള്ളേരെ നമ്മൾ കണ്ടിട്ടില്ലേ, ചെറുപ്പത്തിൽ വെയിറ്റ് ഉണ്ടെങ്കിൽ കാണുന്നവരൊക്കെ പറയുകയോ കൊച്ചിന് തടി കൂടുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കണം. ഒരു 4-5 ക്ലാസ്സൊക്കെ എത്തിയപ്പോൾ മുതൽ നമ്മളോട് ഡയറക്റ്റ് പറയുന്നില്ലെങ്കിലും പേരൻസിനോട് പറയുന്നത് നമ്മൾ കേട്ട് തന്നെ നമ്മൾ തന്നെ ഒന്ന് തളർന്നിട്ടുണ്ടാവും. ഒരു വളർച്ചേൻ്റെ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് ഇത് കേട്ട് നമ്മുടെ മനസ്സിൽ ഇത് ഒരു വിഷമമായിട്ട് കൂടിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കണം വളർന്നു വരുന്തോറും ഞാനൊക്കെ ഭയങ്കര ഇൻട്രോവേർട്ടായിട്ടായിരുന്നു വളർന്നു വന്നത്. എല്ലാ കാര്യങ്ങളിലും കുറച്ച് പുറകോട്ട് നിൽക്കുന്ന ടൈപ്പായിരുന്നു ഞാൻ. എൻ്റെ മനസ്സിൽ എപ്പോഴും എനിക്ക് എന്ത് കാര്യത്തിലും മുമ്പോട്ട് വരാൻ ഒരു തടസ്സമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ മനസ്സിൽ ഒരേ ഒരു കാര്യം, എനിക്ക് വണ്ണമുണ്ട് എന്നൊരു ചിന്ത മാത്രമായിരുന്നു. ബാക്കി എല്ലാ രീതിയിലും ഞാൻ എൻ്റെ ഫാമിലിയിൽ എല്ലാം എനിക്ക് എത്ര സപ്പോർട്ട് കിട്ടിയാലും ഞാൻ ഈ ഒരു കാര്യം എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ ഒരു കാര്യങ്ങളിലും തന്നെ മുമ്പോട്ട് വരാൻ ആഗ്രഹിക്കാത്ത ഒരാളായിട്ടാണ് വളർന്നു വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ ചുറ്റുമുള്ള പലരുടെയും വായിൽ നിന്ന് വണ്ണമുള്ള കൊച്ച്, തടിയുള്ള കൊച്ച്, അല്ലെങ്കിൽ ഇപ്പം നമ്മളെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പോലും ആ വണ്ണമുള്ള കൊച്ചില്ലേ, അങ്ങനെ കേട്ട് വളർന്നാണ് ഞാൻ എൻ്റെ ഒരു പ്രായം അത്രയും വളർന്നു വന്നത്. എപ്പോഴും തന്നെ ആ ഒരു രീതിയിലാണല്ലോ വണ്ണമുള്ളവരെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞായിരിക്കുമല്ലോ നമ്മളെ പറഞ്ഞു കൊടുക്കുക. അപ്പം അത് കേട്ട് വളർന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം അതിൻ്റേതായ ഒരു വിഷമവും കാര്യങ്ങളും എല്ലാം ആ ഒരു മുറിവും എൻ്റെ മനസ്സിൽ എപ്പോഴും തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്കൂൾ ടൈം ആണെങ്കിലും ഒക്കെ ഞാൻ അത്ര ഇതില്ല, അത്ര ആക്റ്റീവൊന്നും അല്ല. എന്നാലും എൻ്റെ നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന 10ാം ക്ലാസ്, +1, +2 ഒക്കെ ഞാൻ എൻ്റെ ലൈഫിൽ കുറച്ച് എൻജോയ് ചെയ്ത് ഞാൻ ഇഷ്ടപ്പെട്ട് തന്നെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം അത്ര ഇൻട്രോവേർട്ട് അല്ലാതെ എൻ്റെ 10ാം ക്ലാസ്സും +1ഉം +2 ഒക്കെ പോയി. പക്ഷേ ഞാൻ കോളേജ് ലൈഫിലേക്ക് ചെന്നപ്പോഴത്തേക്കും എനിക്ക് എന്താണെന്നറിയില്ല, പെട്ടെന്ന് കോളേജ് എനിക്ക് അവിടെ എത്തിയപ്പോഴത്തേക്കും എനിക്ക് തന്നെ അറിയത്തില്ല, ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരു 5-5.5 വർഷമായിരുന്നു എൻ്റെ കോളേജ് ലൈഫ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് എല്ലാവരും സ്വയം വളർന്നു വരാനാണ് കോളേജിലൊക്കെ എത്തുമ്പോഴേക്കും നോക്കുന്നത്. സപ്പോർട്ട് ചെയ്ത് കൂടെ വളർത്തിക്കൊണ്ട് വരാൻ നമ്മുടെ സ്കൂള് പോലെ ടീച്ചേഴ്സോ സ്റ്റുഡൻസോ ഒന്നും ഉണ്ടാവത്തില്ല. നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സ്കൂളിൽ നിന്നൊക്കെയാണല്ലോ നമ്മളെ എല്ലാത്തിലും വളർത്തി എല്ലാ കഴിവുകളൊക്കെ പുറത്തെടുത്ത് നമ്മളെ ഒന്ന് എൻകറേജ് ചെയ്ത് കൊണ്ടുവരുന്നത്. പക്ഷേ കോളേജിലൊക്കെ എത്തിയപ്പോഴത്തേക്കും അങ്ങനെയല്ല, എല്ലാവരും സ്വയം കയറി വരിക എന്നുള്ളതാണല്ലോ. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നപ്പം എനിക്ക് അന്നേരമാണ് ശരിക്കും എനിക്ക് മാനസികമായിട്ട് എനിക്ക് വണ്ണമുണ്ട്, എനിക്ക് എല്ലാ കാര്യങ്ങളിലും മുമ്പോട്ട് വരാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് മടുക്കും, എനിക്കിത് ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ ഞാൻ നേരിട്ട് പോയിട്ടുള്ളത് എൻ്റെ കോളേജ് ലൈഫിലാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള കുട്ടികൾ പറയുന്നത് പോലെ കോളേജ് ലൈഫ് എനിക്ക് ഭയങ്കര രസമുള്ള ഒരു കാര്യമൊന്നുമല്ലായിരുന്നു. നമുക്ക് പണ്ടൊക്കെ ട്രോളാണെങ്കിലും കാണത്തില്ലായിരുന്നോ, ജനഗണമന പാടിയാൽ അപ്പം ബാഗ് എടുത്തോണ്ട് ആദ്യം പോകാൻ നിൽക്കുന്ന കുട്ടികളെയൊക്കെ നമ്മൾ കാണൂലേ, അതുപോലെയായിരുന്നു എൻ്റെ ഒരവസ്ഥ. കോളേജ് വിട്ടാൽ എനിക്ക് ആദ്യം ഹോസ്റ്റലിൽ എത്തണം എന്നൊരു ചിന്ത. ഹോസ്റ്റലിൽ ഞാൻ പഠിച്ചെടുത്തൊരു കോൺവെൻറ്റ് ഹോസ്റ്റലിലാണ് നിന്നത്. അപ്പോൾ അവിടെ എനിക്ക് അത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു, ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടാണ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് അറിയില്ല കോൺവെൻറ്റ് ഹോസ്റ്റലൊക്കെ ആയതുകൊണ്ടാണോ, മലയാളി സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റ് ഹോസ്റ്റലായിരുന്നു. അപ്പോൾ അവിടെ ഒത്തിരി ഇഷ്ടപ്പെട്ട് നിന്നതുകൊണ്ടും അവിടുത്തെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നല്ല മിങ്കിളായിരുന്നത് കൊണ്ടും അങ്ങോട്ട് പോകാനുള്ളൊരു തിരക്കായിരുന്നു. അപ്പം കോളേജ് ലൈഫിൽ എനിക്ക് അത്രയൊരു ഇതുണ്ടായിരുന്നില്ല. അതിനുശേഷം കോളേജ് കഴിഞ്ഞപ്പം കോവിഡ് കഴിഞ്ഞപടിയായിരുന്നു എൻ്റെ കല്യാണം. കോവിഡ് വന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരാളും കൂടിയാണ് ഞാൻ. കാരണം ക്ലാസ്സിൽ പോകണ്ട, കോളേജിൽ പോകണ്ട എന്നുള്ളൊരു ഇതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ. അത്രമാത്രം ഞാൻ കോളേജിലൊക്കെ ഭയങ്കര ഇൻട്രോവേർട്ടായിട്ട് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അപ്പം അതിന് ശേഷം കോവിഡിന് ശേഷമായിരുന്നു എൻ്റെ കല്യാണം. കോവിഡിന് ശേഷം എന്ന് പറഞ്ഞാൽ അന്നേരം എല്ലാവരും മാസ്കൊക്കെ ഇട്ട് ഉള്ള ടൈം തന്നെയാണ്. അപ്പം ഞാൻ ഏകദേശം 104 കിലോയോളം ഉണ്ടായിരുന്നു.
അപ്പം എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് ആണേലും ഈ തടിയുള്ളതിൻ്റേതായ ഒത്തിരി ഇപ്പം നമ്മളൊരു ഡ്രസ്സ് എടുക്കുമ്പോഴും കല്യാണത്തിന് ഒരുങ്ങുമ്പോഴും എല്ലാം എൻ്റെ മനസ്സിൽ ഈ തടിയുള്ളതിൻ്റെ വിഷമം കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ചുറ്റുമുള്ള ആരും തന്നെ, എൻ്റെ ചുറ്റുമുള്ളവർ അത് അധികം ശ്രദ്ധിക്കുന്നവരല്ല. എനിക്ക് വണ്ണമുണ്ട് അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് അത്രയും ബോധേഡായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരൊന്നുമല്ല. പക്ഷെ ഞാൻ സ്വയം മാനസികമായിട്ട് ഞാനിങ്ങനെ ചിന്തിച്ച് കൂട്ടുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ടല്ലോ വണ്ണമുള്ളതിൻ്റെ പേരിൽ, അതൊക്കെയാണ്. അപ്പം ഞാൻ കല്യാണം ഏകദേശം എൻ്റെ 3 വർഷം മുമ്പായിരുന്നു. അപ്പം കല്യാണത്തോടെയാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഒത്തിരി ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരു ക്യാരക്ടറിൽ നിന്ന് പുറത്തേക്ക് വന്നത്. എൻ്റെ കല്യാണത്തോടു കൂടിയാണ്, അത് ഞാൻ പറയാം. എൻ്റെ കല്യാണം ഞാൻ പറഞ്ഞല്ലോ 104 കിലോയിൽ ആണ് നടന്നത്. കല്യാണത്തിന് ശേഷമാണേലും എനിക്കിപ്പം നമ്മൾ ഒത്തിരി വിരുന്നിന് പോക്ക്, അങ്ങനെ ഓരോ വീടുകളിൽ പോവുക, കല്യാണത്തിന് ശേഷം അങ്ങനെ ഒത്തിരി പരിപാടികളുണ്ടാവില്ല. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്രകളൊക്കെ ആയിട്ട് കപ്പിൾസ് ഇങ്ങനെ നടക്കുമല്ലോ. അപ്പം അതിലൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. കാരണം എന്നെ മറ്റുള്ളവർ കാണുമല്ലോ, അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുമ്പം എന്തിനാ ഇത്രയും വണ്ണമുള്ള പെണ്ണിനെ കെട്ടിയതെന്നൊക്കെ വിചാരിക്കൂലേ, അങ്ങനത്തെ ഒരു 100,000 ചിന്തയോടെയാണ് ഞാൻ നടന്നിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് അങ്ങനെ ചിന്തിച്ചിട്ടുള്ളവരും ഉണ്ട്, അങ്ങനെ ചോദിച്ചിട്ടുള്ളവരും ഉണ്ട്, ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ വഴിയേ പോകുന്നവർ ചോദിച്ചു എന്ന് ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ അങ്ങനെ ഒരു ചിന്തയുള്ള കൂട്ടത്തിലായിരുന്നു ഞാൻ ആ സമയത്ത്. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് എന്ന് വെച്ചാൽ നേരെ എൻ്റെ ക്യാരക്ടറിൽ നിന്ന് നേരെ ഓപ്പോസിറ്റാണ്. പുള്ളി ഇപ്പം എന്തെങ്കിലും ഒരു എവിടെയെങ്കിലും പോകുന്ന കാര്യത്തിലായിക്കോട്ടെ, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു പരിപാടിയോ കാര്യങ്ങളോ എന്തോ ആയിക്കോട്ടെ, എല്ലായിടത്തും മുമ്പിലുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പും. ഞാൻ അങ്ങനത്തെ ഒരു എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന കാര്യത്തിലൊക്കെ ആ പ്രദേശത്തേക്ക് പോകരുതെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ 2 ടൈപ്പ് ക്യാരക്ടറുള്ള ഒരാളാണ് ഞാനും ഹസ്ബൻഡും. അപ്പം ഞാൻ അന്നേരം എനിക്ക് തോന്നുന്നു ഒരു കല്യാണം കഴിഞ്ഞ ഒരു 7-8 മാസം ഞങ്ങൾ രണ്ടുപേരും, എനിക്ക് പോകാനും താല്പര്യമില്ല, എനിക്ക് ആരുടെ അടുത്തേക്കും പോകണ്ട, ഒരു വീട്ടിലേക്കും പോകാൻ മടിയാ, അല്ലെങ്കിൽ ഒന്ന് പോകണമെങ്കിൽ തന്നെ എനിക്ക് എങ്ങനെ ഒരു ഡ്രസ്സ് കംഫർട്ടാവില്ല, എൻ്റെ മേക്കപ്പ് പറ്റില്ല, അങ്ങനെ ഒന്ന് ഇറങ്ങണമെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ടൈപ്പായിരുന്നു ഞാൻ. അപ്പം എൻ്റെ ഹസ്ബൻഡിന് വെച്ചാൽ ഞാനിങ്ങനെ എനിക്ക് തടിയുണ്ട്, അപ്പോൾ എനിക്കത് അങ്ങനെ പറ്റില്ല ഇങ്ങനെ പറ്റില്ല എന്ന് പറയുമ്പം പുള്ളി അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. പുള്ളിക്കതൊരു 104 കിലോ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വണ്ണം കൂടിക്കൂടി വരാൻ തുടങ്ങി. കാരണം ഈ പോക്കും ഫുഡ് കഴിക്കലും അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളായിട്ട്. അപ്പോൾ പുള്ളിക്ക് ഈ കൂടുന്ന വണ്ണത്തെക്കുറിച്ച് പുള്ളി അധികം ചിന്തിക്കുന്നില്ല. തടിയുള്ളതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ച് വലിയ ചിന്തയില്ലാത്തൊരു ടൈപ്പ്, അല്ലെങ്കിൽ ആരെയും ബോഡി ഷെയിം ചെയ്യാൻ പോകാത്ത ഒരു ടൈപ്പായിരുന്നു പുള്ളി. അങ്ങനെ ഒരു 7-8 മാസത്തോളം ഞാൻ അധികം ആരുമായിട്ടും ഫാമിലിയിൽ കല്യാണം കഴിച്ച് ചെന്നിട്ടും അധികം ആരുമായിട്ടും അങ്ങ് മിങ്കിളാവുന്നില്ല. കാരണം മറ്റുള്ളവരിൽ നിന്ന് എന്തോ വ്യത്യസ്തമാണ്, അതുകൊണ്ട് അനങ്ങാതെ മിണ്ടാതെ ഇരിക്കുന്നതാണ് സേഫ് എന്നൊരു ചിന്തയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. എൻ്റെ ഒരു കല്യാണത്തിന് ഒരു 7-8 മാസം എന്ന് പറയുന്നത് എനിക്ക് തന്നെ പെട്ടുപോയല്ലോ എന്ന് തോന്നിയൊരു കാലഘട്ടമായിരുന്നു. കാരണം എവിടെ പോയാലും പുള്ളി കൊണ്ടുപോകുന്നു, അപ്പം എല്ലായിടത്തും പോകണം. അന്നേരം എനിക്ക് തന്നെ ഒരു ഈ വണ്ണമുള്ളതിന് മാനസികമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു എല്ലായിടത്തും യാത്ര ചെയ്യാനും ഒക്കെ. പുള്ളി മാക്സിമം എന്നെ കംഫർട്ട് ആക്കിയാലും എനിക്ക് എല്ലാം കൊണ്ടും ഒരു പോകണ്ട, അല്ലെ ആൾക്കാരെന്നെ കാണണ്ട എന്നൊരു ചിന്തയായിരുന്നു. പക്ഷെ ഈ 7-8 മാസം പുള്ളീൻ്റെ ഫാമിലിയോ ആരും എന്നെ ഇത് അന്ന് അവിടെ ഇരുന്നോട്ടെ എന്ന് വെച്ചില്ല, വരണ്ട അവിടെ ഇരുന്നോട്ടെ എന്ന് വെച്ചില്ല. മാക്സിമം ട്രൈ ചെയ്ത്, മാക്സിമം സപ്പോർട്ട് ചെയ്ത് ചേർത്ത് പിടിച്ച് തന്നെയാണ് ഞാൻ അതിൽ നിന്നൊക്കെ ഒന്ന് പുറത്തേക്ക് വന്നത്. എൻ്റെ ഒരു മാരേജിന് ശേഷം ഈ 7-8 മാസത്തിന് ശേഷം എനിക്ക് വണ്ണം ഉണ്ടെന്നുള്ളത് ഹെൽത്ത് നന്നാക്കാൻ വണ്ണം കുറയ്ക്കണമെന്നല്ലാതെ മാനസികമായിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ കണ്ട് കളിയാക്കുന്നത് കൊണ്ട് ഞാൻ വണ്ണം കുറയ്ക്കണമെന്ന് ചിന്തിച്ചിട്ടില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ്. ആരെങ്കിലും എന്നെ കണ്ട് എനിക്ക് വണ്ണം ഉണ്ടെന്ന് ചിന്തിക്കൂലോ എന്ന് കരുതി ഞാനിപ്പോൾ വണ്ണം കുറയ്ക്കുന്നതിനെക്കുറിച്ച് ആ രീതിയിലല്ല ചിന്തിക്കുന്നത്. എനിക്ക് ഹെൽത്തി ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് വന്നാൽ അതിൽ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതൊക്കെ ഓർത്തിട്ട് മാത്രമാണ് ഇപ്പം ഞാൻ വണ്ണം കുറയ്ക്കണമെന്ന് ചിന്തിക്കുന്നത്. ഇത്രയും ഞാൻ പറയാൻ എന്നാ കാരണമെന്ന് ചോദിച്ചാൽ എനിക്ക് വന്ന ഒത്തിരി മെസ്സേജുകളാണ്. ഞാനും ആ ഒരു കാലഘട്ടത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്തത്.
ഒരിക്കലും നിങ്ങൾ ആരെങ്കിലും കാണുന്നത് കൊണ്ടോ ആരെങ്കിലും പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ആരെങ്കിലും പേടിച്ചിട്ടോ വണ്ണം കുറയ്ക്കാൻ നിൽക്കരുത്. അതൊരിക്കലും മനസ്സുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ ആവില്ല. വളരെ ആരൊക്കെയോ പറയുന്നതിനെ പേടിച്ചും വിഷമിച്ചും എങ്ങനെയൊക്കെയോ വണ്ണം കുറയ്ക്കുന്നതാണ്. അങ്ങനെ പേടിച്ച് മാനസികമായിട്ടൊരു വിഷമം കൊണ്ട് വണ്ണം കുറയ്ക്കുന്നതാണെങ്കിൽ നിങ്ങൾ ആ ഒരു പരിപാടിക്ക് നിൽക്കരുത്. എനിക്ക് തോന്നിയിട്ടുള്ളത് വണ്ണം കുറയ്ക്കുകയാണെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടി, നമ്മുടെ ശരീരത്തിന് വേണ്ടി, നമുക്ക് തുടർന്നുള്ള ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി വണ്ണം കുറയ്ക്കണം. അല്ലാതെ അവർ പറഞ്ഞു ഇവർ പറഞ്ഞു, അല്ലെ അവർ കളിയാക്കി ഇവർ കളിയാക്കി, അവരുടെ നോട്ടം ഇവരുടെ നോട്ടം, അങ്ങനെയൊക്കെ പേടിച്ച് വണ്ണം കുറയ്ക്കാൻ നിന്നാൽ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവത്തില്ല. എന്തിനോ വേണ്ടി വണ്ണം കുറച്ച പോലെ ഞാനും ഓർക്കാറുണ്ട്. എവിടെയെങ്കിലുമൊക്കെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ചിലരുടെയൊക്കെ നോട്ടം കാണുമ്പോൾ നോക്കി നോക്കി കണ്ണി കയറ്റുന്ന പോലെ തോന്നും. അത്രയും വണ്ണമുള്ളവരെ കണ്ടിട്ടേ ഇല്ല എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. അല്ലെ ഇവരെയൊക്കെ കാണിച്ചു കൊടുക്കുന്നു, ഭയങ്കര വണ്ണം ഉണ്ടല്ലോ എന്ന്. പണ്ടൊക്കെ എനിക്കത് ഭയങ്കര മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുമായിരുന്നു. ഇപ്പം എന്ന് വെച്ചാൽ എങ്ങോട്ട് നോക്കിയാൽ അങ്ങോട്ടും തിരിച്ചു നോക്കുക, അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ അതിനെയൊന്നും ഇപ്പം പേടിച്ച് അതോർത്ത് വിഷമിച്ച് ഇരിക്കുന്ന ഒരു ടൈപ്പേ അല്ല. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം മാക്സിമം നിങ്ങളും ഇതൊക്കെ വണ്ണം ഉള്ളതുകൊണ്ട് മറ്റുള്ളവരെ പേടിച്ച്, മറ്റുള്ളവർ കളിയാക്കുന്നതിനെ പേടിച്ച് വണ്ണം കുറയ്ക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. നമ്മുടെ ഹെൽത്തിന് വേണ്ടി മാത്രം നമ്മൾ വണ്ണം കുറയ്ക്കുക. അതിനേക്കാളൊക്കെ വിഷമം തോന്നിയ കാര്യമായിരുന്നു വീട്ടിൽ നിന്നും ഫാമിലിയിൽ നിന്നും ഒക്കെ വണ്ണം ഉള്ളതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുക, അതുപോലെ കളിയാക്കുക. ഇപ്പം അമ്മായിമ്മ മരുമകളെ കളിയാക്കുക, അല്ലെ ഭാര്യ ഭർത്താവിനെ കളിയാക്കുക, ഭർത്താവ് ഭാര്യനെ കളിയാക്കുക, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുക, മക്കളുണ്ടാവാത്തതിൻ്റെ പേരിൽ വണ്ണം ഉള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞ് പരസ്പരം കുറ്റപ്പെടുത്തുക, വയറ് ചാടി ഇതിനെ പറഞ്ഞ് കളിയാക്കുക. അങ്ങനെയൊക്കെ ഒത്തിരി മെസ്സേജുകളും കമൻസും എൻ്റെ ആ ചില വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒത്തിരി പേര് പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് ദയവ് ചെയ്ത് നിർത്തണം. കാരണം ആ ഒരു വിഷമം, ആ ഒരു മുറിവ് അവരുടെ മനസ്സിൽ നിന്ന് മരണം വരെ മായത്തില്ല. എന്നെങ്കിലും ഒരു വണ്ണം കുറയ്ക്കാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷെ നിങ്ങൾ അങ്ങനെ കളിയാക്കുന്നവരാണെങ്കിൽ, ഞാനും അങ്ങനെ കളിയാക്കലുകൾ കേട്ടിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാനും എൻ്റെ ലൈഫിൽ വണ്ണം ഉള്ളതിൻ്റെ പേരിൽ കേട്ടാൽ വളരെയധികം വിഷമം തോന്നുന്ന പദങ്ങൾ ഞാനും കേട്ടിട്ടുണ്ട്. ഇതിപ്പം ഞാനത് എടുത്തു പറയണമെങ്കിൽ ആ മുറിവൊന്നും എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അപ്പം നമ്മൾ ഒരു ബന്ധത്തിൽ നിൽക്കുമ്പം ബോഡി ഷെയ്മിങ് പരസ്പരം ബോഡി ഷെയ്മിങ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു ക്വാളിറ്റിയാണ്. അപ്പം ഭാര്യ ഭർത്താവിനെ ആണെങ്കിലും ഭർത്താവ് ഭാര്യനെ ആണെങ്കിലും അമ്മായിമ്മ മരുമോളെ ആണെങ്കിലും അങ്ങനെ എന്ത് ബന്ധമാണെങ്കിലും ബോഡി ഷെയിം ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആ ഒരു മുറിവും വേദനയും ഒന്നും അത് കേൾക്കുന്നവരുടെ മനസ്സിൽ നിന്ന് പോവില്ല. അപ്പം ഒത്തിരി പേര് അങ്ങനെ മെസ്സേജൊക്കെ ചെയ്തത് കണ്ടു. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ബോഡി ഷെയിം ചെയ്യുന്നതിന് പകരം, കുറ്റപ്പെടുത്തുന്നതിന് പകരം അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് നോക്കിക്കേ. ചില ചേർത്ത് പിടുത്തങ്ങളൊക്കെ അല്ലെ, ആ ഒരു ചേർത്ത് പിടുത്തം ചിലപ്പോൾ അവരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ അവരെ ഒത്തിരി ഭംഗിയുള്ളതാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം എന്ത് ബന്ധത്തിലുള്ളവരാണെങ്കിലും അതൊന്ന് അവർക്കിനി അവരെ ബോഡി ഷെയിം ചെയ്യാൻ എന്തുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് അവരെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ, അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ അവരവരുടെ ഹെൽത്തിന് വേണ്ടി എന്താണെങ്കിലും വണ്ണം കുറയ്ക്കുന്നതായിരിക്കും. അപ്പം ഇനിയും അങ്ങനത്തെ മെസ്സേജുകളൊക്കെ കാണേണ്ടി വരാതിരിക്കട്ടെ. ഈ വീഡിയോ നിങ്ങളെ അങ്ങനെ നിങ്ങളങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് എന്താണേലും സ്റ്റോപ്പ് ചെയ്യണം. എപ്പം വേണേലും ഈ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് എപ്പം വേണേലും എന്ത് വേണേലും സംഭവിക്കാൻ പറ്റുന്ന ഒന്നാണ്. എന്ത് വേണേലും സംഭവിക്കാം. അപ്പം ആരെയും കളിയാക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് അങ്ങനത്തെ വിഷമങ്ങളൊന്നും ആർക്കും പരമാവധി കൊടുക്കാതിരിക്കാം. അതുപോലെ ഈ വീഡിയോ കാണുന്നത് കോളേജിൽ പഠിക്കുന്നവരോ സ്കൂളിൽ പഠിക്കുന്നവരോ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിൽ ആരെങ്കിലും കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ, അല്ലെ കുറച്ച് നിറം കുറവോ അല്ലെങ്കിൽ വണ്ണം കൂടുതലോ വണ്ണം കുറവോ അങ്ങനെ എന്തെങ്കിലും ഒരു ശരീരത്തിലുള്ള ഒരു വ്യത്യാസം കാരണം മാറി നിൽക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചേർത്ത് പിടിച്ച് നിങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ നിങ്ങൾ വളരുമ്പം നിങ്ങളുടെ കഴിവുകൾ വളർത്തുമ്പോൾ അവരെയും കൂടി മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് നിങ്ങളും പരമാവധി ശ്രമിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർക്ക് ചെയ്തു കൊടുക്കുന്ന വലിയ കാര്യമായിരിക്കും.
പിന്നെ ഇതിനേക്കാളൊക്കെ നല്ലൊരു വഴി എന്ന് പറയുന്നത് നമ്മൾ സ്വയം പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ ചിന്തിച്ച് അല്ലെങ്കിൽ എനിക്ക് വണ്ണമുണ്ട്, എനിക്കതില്ല, എനിക്കിതില്ല, എനിക്കത് കൂടുതലാണ്, ഇത് കുറവാണ്, അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ നമ്മൾ ആ ഉള്ളത് വെച്ച് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ തന്നെ നമ്മുടെ ലൈഫ് ഒന്നല്ലേ ഉള്ളൂ. അത് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് തന്നെ സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടാനായിട്ട്. അപ്പം സങ്കടത്തോടെയും ഒരു സമാധാനം ഇല്ലായ്മയോടെയൊക്കെ മുമ്പോട്ട് പോയാൽ നമ്മുടെ ഈ ജീവിതത്തിന് വലിയ കാര്യമില്ലെന്നാവും. അപ്പം പരമാവധി എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ, ആർക്കും ഒരു വിഷമം ഉണ്ടാക്കാതെ സമാധാനമായിട്ട് ചുറ്റുമുള്ളവർക്ക് സമാധാനം കൊടുത്ത് നമുക്ക് സ്വയം സമാധാനം ഉണ്ടാക്കി മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഇന്ന് ഈ വീഡിയോയിൽ വരാൻ കാരണം, എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ കാരണമെന്ന് പറയുന്നത് ആ കമൻസും ചില മെസ്സേജുകളുടെയും ഒരു ഇതിൽ തന്നെയാണ്. ശരിക്കും വിഷമം തോന്നി. ഞാൻ ഒത്തിരിയൊന്നും ഇതിൻ്റെ പേരിൽ വിഷമത്തിൽ കടന്നു പോയിട്ടില്ലെങ്കിലും തീരെ കടന്നു പോയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. വെയിറ്റ് കൂടിയതിനനുസരിച്ച് മറ്റുള്ളവരുടെ വായടയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും എന്നെ ചേർത്ത് പിടിച്ച കുറച്ച് പേരുടെ ഒരു കഴിവ് കൊണ്ടാണ് ഇന്ന് ഞാൻ അതോർത്ത് വിഷമിച്ച് ഒരിക്കലും ചടഞ്ഞുകൂടി ഇരിക്കാത്തത്. അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പോലും എനിക്ക് പറ്റില്ലായിരുന്നു. അപ്പം എല്ലാവരും പരമാവധി നിങ്ങൾ തന്നെ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം, നമ്മൾ മറ്റാരെയും പ്രതീക്ഷിക്കരുത്. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത എന്തെങ്കിലും ഒരു സബ്ജക്റ്റായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യുന്നവരെല്ലാം ചെയ്യുക. നമ്മുടെ ഹെൽത്തിന് വേണ്ടി പരമാവധി വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുക. അപ്പം ഇത്രയൊക്കെയുള്ളൂ. ബൈ ബൈ.